ഹയർ സെക്കൻഡറി 10ാം തരം ക്ലാസ്സുകളിലെ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച മാർച്ച് 29-ലെയും 31-ലെയും തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന ഒട്ടുമുക്കാൽ പത്രങ്ങളിലെയും ചിത്രങ്ങളിലെ സാമ്യം കണ്ട് സത്യത്തിൽ ഞാൻ അമ്പരന്നു. എല്ലാ പത്രങ്ങളിലും പെൺകുട്ടികളുടെ മാത്രം ചിരിച്ച മുഖങ്ങൾ. ആൺകുട്ടികളെ അപ്പാടെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന ആൺകുട്ടികളുടെ ചിത്രങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ തൊട്ടടുത്തുള്ള വായനശാലകളിലൊക്കെ ഞാൻ കയറിയിറങ്ങി. തിരുവനന്തപുരത്ത് ലഭ്യമായ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും പരതി. സംഗതി തഥൈവ. ആൺകുട്ടികളുടെ പടങ്ങളേ നൽകിയിട്ടില്ല. ആൺകുട്ടികൾ എന്താ പ്രശ്നക്കാരാണോ? എന്തേ അവരെ ഒഴിവാക്കിയത്? ഇനി വല്ല പൊതു തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ പത്രമാധ്യമങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുണ്ടോ? ചോദ്യങ്ങൾ അനേകം മനസ്സിൽ പൊന്തി. പെൺകുഞ്ഞുങ്ങൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും കുഴപ്പക്കാരുണ്ടാകാം എന്നു കരുതി അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് തഴയേണ്ടതുണ്ടോ? എന്തായാലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സംഭവിച്ചു കൂടാത്തതാണത്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് നൽകുന്ന ഫോട്ടോഗ്രാഫർമാരോട് ചോദിക്കാൻ എന്തേ ഒരു എഡിറ്റർക്കും നാവ് പൊങ്ങാത്തത്? അതോ കൊണ്ടുവരുന്ന ഫോട്ടോ അതേപടി പ്രസിദ്ധീകരിക്കലാണോ നയം? ഇത് എൻ്റെ ഒരു ആരോപണമല്ല, ലിംഗവിവേചനത്തിനെതിരെയുള്ള ഒരു ചോദ്യം മാത്രം. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മുഴുവനായി ഒഴിവാക്കുന്നത് ശരിയാണോ? ചിന്തിക്കണം. സത്യത്തിൽ ഇതൊരു റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ആണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കപ്പെടേണ്ടവരല്ല എന്ന് 17-18 വയസ്സുള്ള ആൺകുഞ്ഞുങ്ങളോട് പറയാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ ധൈര്യം വന്നു? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിഷയമല്ലിത്. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ ആരും പരീക്ഷ എഴുതുന്നില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യം ഫോട്ടോ കാണുന്നവരിൽ ഉയരും. അതുമാത്രമാകും പലർക്കും തോന്നുന്നത്. എന്നാൽ ഏറെക്കാലം മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന എൻ്റെ മനസ്സിൽ അതിലേറെ കാര്യങ്ങൾ കടന്നു വന്നു. അതാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. പെൺകുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖം പകർത്തിയതിൽ സന്തോഷിക്കുന്നവനാണ് ഞാനും. എന്നാൽ അതിൻ്റെ പിന്നിൽ അത്ര നിഷ്കളങ്കമല്ലാത്ത ചിലതുണ്ട്, അല്ലെങ്കിൽ ചിലരുണ്ട്. മാർച്ച് 29-ന് ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന പെൺകുട്ടികളുടെ ചിത്രം മാത്രം നൽകി എന്ന കുറവ് തിങ്കളാഴ്ച 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ചിത്രം നൽകുമ്പോൾ പരിഹരിക്കപ്പെടും എന്ന് ചിന്തിച്ച് ചൊവ്വാഴ്ച വരെ കാത്തിരുന്ന് 31-ന് ഞാൻ എല്ലാ പത്രങ്ങളും പരതി. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച അച്ചടി മാധ്യമങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ആൺകുട്ടികളെ അപ്പാടെ തഴഞ്ഞിരിക്കുന്നു. നീതിപരമോ ബാലൻസ്ഡോ അല്ലാത്തതും തികച്ചും പക്ഷപാതപരവുമായ ഈ ക്യാമറ കണ്ണുകൾക്ക് പിന്നിലെ കരങ്ങളെ സംശയത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ.